ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ തലേ ദിവസം ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് തീരുമാനിച്ചൊരു ഫോട്ടോഷൂട്ടാണ്. ഞാൻ ലക്ഷ്യയിൽ ചെന്നപ്പോൾ ലക്ഷ്യ ഒരു ബുട്ടീക്കാണ് എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ മിനിയാൻറ്റി പറഞ്ഞ് നാളെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അതിൻ്റെ തീം വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് അപ്പം അവിടെ ഇരുന്ന ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ബ്ലൗസ് എനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു. അപ്പം അതൊക്കെ ലൂസാക്കി ബാക്കിൽ ഹൂക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എനിക്ക് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ തന്നെ ഒരു ക്യാമറ ഉണ്ട്, അതിൽ തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് സ്വന്തമായിട്ട് ഒരുങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു രാധയെ പോലെയൊക്കെ ഒരുങ്ങണം എന്നായിരുന്നു. പക്ഷെ അതെന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് പാത്തു ഉണ്ട്, അവളാണ് എനിക്ക് വിഷുവിന് മേക്ക് ഓവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ ഫ്രണ്ട് പാത്തു വന്നിട്ട്. അപ്പം ഞാൻ പാത്തുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെറുതായിട്ട് ഫോട്ടോസ് എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പും ചെയ്ത് ഹെയറും സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എന്നെ ഫുള്ള് മേക്കപ്പും ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു മേക്കപ്പും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ 2 പേരുടെ നമ്പറും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലക്ഷ്യൻ്റെ നമ്പറും പാത്തുവിൻ്റെ നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോയത് ആയിരവല്ലിക്കാവിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടേക്കാണ് പോവാന്ന് വിചാരിച്ചത്. നമ്മളെല്ലാവരും നടന്ന് ഉള്ളിലേക്ക് പോകുന്നതനുസരിച്ച് കാടാണ്. അപ്പം തീരെയും വെട്ടമില്ലായിരുന്നു, ബ്രൈറ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് നോക്കാൻ നേരത്ത് തീരെയും വെട്ടമില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് അപ്പൂനെ വിളിച്ച് എൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തു തരുന്നത് അവരാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തു തരുന്നത് അപ്പുവാണ്. സ്റ്റാർ ഫിലിം മേക്കേഴ്സ് ആണ് കേട്ടോ അവരുടെ സ്റ്റുഡിയോൻ്റെ പേജ് വന്നിട്ട്. അങ്ങനെ അവരെ വിളിച്ചപ്പോൾ അവർ വേറൊരു വർക്കിന് നിൽക്കുമായിരുന്നു, റിസപ്ഷൻ വർക്കിൽ. ഒരു 9 മണി കഴിയും എത്താനെന്ന് പറഞ്ഞ് അതുവരെ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഫോട്ടോസ് എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് റിംഗ് ലൈറ്റിലെടുത്ത വീഡിയോസാണ് കേട്ടോ ഈ ആഡ് ചെയ്തേക്കുന്നത്. അവർ അത്രയും വർക്ക് കഴിഞ്ഞിട്ട് അത്രയും ക്ഷീണിച്ചിട്ട് വന്നിട്ടും എൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേജൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാൻ ടാറ്റാ.